അങ്ങനെ കർക്കിടകം 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗിവ് അവേയുടെ ഇതൊരു 12ാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഇനി കുറച്ച് ദിവസം നമുക്ക് ലോങ് വീഡിയോസ് ചെയ്യാം. അപ്പോൾ രാവിലെ എൻ്റെ കുറച്ച് കലാപരിപാടികൾ നിങ്ങൾക്ക് കാണും ചെയ്യാം. രാവിലെ ഇന്ന് കർക്കിടകം 1 ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാമെന്നൊക്കെ വിചാരിച്ചു. രാമായണ മാസം സ്റ്റാർട്ട് ചെയ്യല്ലേ. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാസം ഓണം വരുമല്ലോ. അപ്പോൾ രാമായണ മാസം ആയിട്ട് ഞാൻ രാവിലെ കുളിച്ചു കേട്ടോ. മുക്കുറ്റിക്കുറി ഒക്കെ തുടർന്നുണ്ടായിരുന്നു. പക്ഷേ മുക്കുറ്റി കുറിയൊന്നും എടുത്ത് അരയ്ക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല കേട്ടോ. കാരണം വേഗം തന്നെ അമ്പലത്തിൽ പോയി. ഇന്നിപ്പോൾ കർക്കിടകം മാസം ആയതുകൊണ്ട് തന്നെ അമ്പലങ്ങളൊക്കെ കുറച്ച് നേരം കൂടെ അധികം ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടെയാണെങ്കിൽ വൈകിട്ട് രാമായണം വായിക്കാനായിട്ട് വായിക്കാൻ ഒരു സ്ഥലമുണ്ട് കേട്ടോ. എല്ലാ കർക്കിടക മാസം ഇവിടെ രാമായണം വായിക്കും കേട്ടോ. അവിടെ എല്ലാ ആളുകളും കൂടിയിട്ട് ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് രാമായണം വായിക്കും. ഞാൻ അതിൻ്റെ പണ്ടൊക്കെയും കഴിഞ്ഞ മുന്നത്തെ വർഷത്തേക്ക് രാമായണ മാസം വായിക്കുന്നതിൻ്റെ ടൈമിൽ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഷോർട്സ് ആയിട്ടും. അങ്ങനെ ഗൈസ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ പോയി കുറച്ച് ലിപ്സ്റ്റിക്കും ലിപ് ബാമും പിന്നെ കുറച്ച് ക്രീമൊക്കെ മുഖത്ത് തേച്ചു വിട്ടാൽ ഇനി സിന്ദൂരൊക്കെ തൊട്ട് കൊടുത്ത് ഈ ഒരു വൈറ്റിൽ വരുന്ന ഒരു ബ്ലൂ കളർ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ അജിയോൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചൊരു പാൻറ്റാണ് കേട്ടോ അത്. അങ്ങനെ അതും ഇത് രണ്ടും ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അമ്പലത്തിൽ പോണത്. പിന്നെ രാവിലെ തന്നെ തല കുളിച്ചുകൊണ്ട് എനിക്കിപ്പോൾ പനി വന്നിട്ട് അങ്ങനെ കറക്റ്റായിട്ട് മാറിയിട്ടില്ല. അത് കാരണം തന്നെ തലയിൽ ഞാൻ കുറച്ച് രാസനാദിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഫോൺ അവിടെ വെച്ചപ്പോൾ എൻ്റെ ഫേസ് നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നുണ്ടായിരുന്നില്ലല്ലോ. അതാണ് ഞാൻ കുറച്ചും കൂടെ ഫോണൊന്ന് നീക്കി വെച്ചു. ആദ്യം ഒരു ലിപ് ബാം ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാറുണ്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പം നിങ്ങളുടെ പരിപാടി എന്താണ് രാമായണ മാസമായിട്ട്? രാമായണ മാസം അതുപോലെ തന്നെ കർക്കിടകമായിട്ട് എന്താണ് പരിപാടി? കർക്കിടക മാസം എന്താ ദുർഘടം പിടിച്ചതെന്നൊക്കെ പറയും. എൻ്റെ കാര്യത്തിൽ അത് ശരിയാന്ന് തോന്നുന്നില്ല കേട്ടോ. കാരണം ഇപ്പോൾ കർക്കിടക മാസമായിട്ട് ഞാൻ ചുമ്മാ വെറുതെ വീട്ടിലിരുന്ന് നേരം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെന്താ വിശേഷങ്ങൾ എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ റെഡിയൊക്കെ കഴിഞ്ഞു. ഇനി മുടിയിൽ പതിവ് പോലെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, മുടിയിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. ഒരു ബണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. അത് നനഞ്ഞിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മുടിയിൽ ബണ്ണിടരുതെന്ന് പറയും. കാരണം കായ് വരും അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ മുടിയിൽ എപ്പോഴും നനഞ്ഞ മുടി കെട്ടി വെക്കരുതെന്ന് പറയും. പക്ഷേ ഞാൻ എന്നാലും മുടിയുമ്മ കടക്കിൽ പിടിച്ചൊരു ബണ്ണിട്ട് കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഞാനെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാതെ മുഖത്ത്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് വല്ലാണ്ട് മുഖം ഡ്രൈ ഒന്നും ആവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി പൗഡറൊക്കെ ഇട്ട് കൊടുക്കും. കാരണം ഓയിലി പോലത്തെ ആ സംഭവം പോകാൻ വേണ്ടിയിട്ട് മുഖത്തല്ലെങ്കിൽ ഒരു ഓയിൽ ടച്ച് വരും. ഓയിലി ആയിരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ സ്കിന്ന് വന്നിട്ട്. അങ്ങനെ ഇത് ഞാൻ ഒരു ഐലൈനർ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. സ്റ്റുഡിയോന്ന് വാങ്ങിച്ച 999 ഒരു ഐലൈനർ അതൊന്ന് വെച്ച് കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുത്തു കേട്ടോ. പിന്നെ റൂമിൻ്റെ ഒരു സൈഡിൽ ആ അലമാര ഇട്ടിരിക്കുന്ന സൈഡിൻ്റെ ബാക്കിലാണ് ലൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അലമാരയുടെ മിററിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അത്ര വെളിച്ചം കിട്ടണില്ല മുഖത്തേക്ക്. അത് കാരണമായിട്ട് ഞാൻ സൈഡിൽ കുഞ്ഞൊരു മിറർ ഫിറ്റ് ചെയ്തിരിക്കുകയല്ല, ജസ്റ്റ് അത് വിൻഡോൻ്റെ അവിടെ ഞാത്തിട്ടിരിക്കുക. അതിൽ നോക്കിയിട്ടാണ് ഞാൻ കണ്ണ് നോക്കിയത്. കാരണം മറ്റോടത്ത് നോക്കിയിട്ട് എനിക്ക് കണ്ണെഴുതാൻ പറ്റില്ല. തീരെ അവിടേക്ക് ലൈറ്റ് ഇല്ല. കാരണം ലൈറ്റ് ഇപ്പോഴത്തെ സൈഡിലാണെങ്കിൽ കുറച്ചും കൂടെ കാണാമായിരുന്നു. അങ്ങനെ എൻ്റെ ഡ്രസ്സ് ഇടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പോൾ മുറ്റത്ത് പോയി നോക്കിയപ്പോഴേ ഒരു പട്ടിക്കുട്ടി വന്ന് അവിടെ 1-ാം തീയതി തന്നെ ഒരു പട്ടിക്കുട്ടിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ കയറിയിട്ടുള്ളത്. അത് വന്നിട്ട് അവിടെ ഇങ്ങനെ കുറേ നേരം ഇരിക്കുന്നത്. അതിന് കൂട്ടുകാരനുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ആൾ അവിടെ ഇരുന്നിട്ട് നല്ല സുഖമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയി ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അങ്ങനെ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കുട്ടാപ്പീനെ ഞാൻ കുറച്ച് നേരം കളിപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും വിഷ്ണു വന്നപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കാറായിട്ടോ. അപ്പോൾ 1-ാം തീയതി ആയതുകൊണ്ട് ഞാൻ നോണൊന്നും കഴിച്ചില്ല. മീൻ വറുത്തതുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കഴിച്ചില്ല കേട്ടോ. അങ്ങനെ ഗൈസ് അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കേട്ടോ. ബൈ.